ഇന്നലെ റാഞ്ചിയിൽ നിന്നും വാഹനം ഓടിച്ച് ഞങ്ങൾക്ക് ഔറംഗാബാദ് ജില്ലയിൽ വരുവാൻ കർത്താവ് സഹായിച്ചു. ഔറംഗാബാദിൽ ഒരു ഗ്രാമത്തിൽ നടന്ന മീറ്റിങ്ങിൽ ധാരാളം ആളുകൾ പങ്കെടുത്തു. നല്ല ചൂട് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരുന്നുവെങ്കിലും 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ്, ആ സമയത്ത് ദൈവം തണുത്ത കാറ്റ് അടിപ്പിച്ചു. ഫാൻ ഉണ്ടായിരുന്നില്ല. അതിനു മുൻപുള്ള ദിവസങ്ങൾ നല്ല ചൂടായിരുന്നു. എന്നാൽ ഇന്നലെ രാവിലെ നല്ല മഴ പെയ്തു. അപ്പോൾ അന്തരീക്ഷം തണുത്തു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി, അവിടെ കൂടി വന്ന 100 കണക്കിന് ആളുകൾക്ക് വേണ്ടി, 300 400 ഒരുപക്ഷെ അതിലധികം ആളുകൾ വന്നിരുന്നു. അവർക്ക് വേണ്ടി അന്തരീക്ഷത്തെ അനുകൂലമാക്കി. അവർ എല്ലാവരും പുതിയ വിശ്വാസികൾ. അവർ കൂടിയിരുന്ന് ദൈവത്തെ ആരാധിച്ചു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം സഹായിച്ചു. ഔറംഗാബാദിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ നമ്മളോടൊപ്പം ഒരു വിശ്വാസി പോലും ഉണ്ടായിരുന്നില്ല. ചുരുക്കം ചില വർഷങ്ങൾക്കുള്ളിൽ ദൈവം ആയിരക്കണക്കിന് എന്നതുപോലെ വിശ്വാസികളെ ഈ സ്ഥലത്ത് എഴുന്നേൽപ്പിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും വേല ധാരാളം ബാക്കിയാണ്. ഔറംഗാബാദ് ഏറ്റവും എതിർപ്പുകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ജില്ല. ഗർണജാതിക്കാർ എന്ന് പറയുന്നവർ പാർക്കുന്ന സ്ഥലം. പല സമയങ്ങളിൽ നമ്മളുടെ ആളുകൾ, ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഒരാളോടി വന്ന് എൻ്റെ കോളറിൽ പിടിച്ചത് അടിക്കുവാനായി. അങ്ങനെ പല സംഭവങ്ങൾ. എന്നാൽ ആ സ്ഥലത്ത് തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള നമ്മുടെ കൂട്ടുപ്രവർത്തകർ വലിയ പ്രസംഗകരല്ല. അവരെ കണ്ടാൽ വലിയ ഒരു പാസ്റ്ററുടെ മട്ടും കെട്ടും വേഷങ്ങളും ഒന്നുമില്ല. അവരുടെ വിദ്യാഭ്യാസം വളരെ കുറവാണ്. അവരുടെ അനുഭവങ്ങൾ വളരെ കുറവാണ്. എന്നാൽ അവരെ ദൈവം അത്ഭുതകരമായ ദൈവപ്രവർത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് കാണുമ്പോൾ ആരെയൊക്കെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും എന്നും ആരെയൊക്കെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയില്ല എന്നും ചില പാഠങ്ങൾ പഠിക്കുകയാണ്. എത്രയോ ആളുകൾ എല്ലാ തരത്തിലും ഒരു വലിയ ദൈവദാസന്റെ എല്ലാ മേന്മകളും പറയുവാനുള്ളവർ, നടത്തത്തിലും നോട്ടത്തിലും നിൽപ്പിലും ഭാവത്തിലും വേഷത്തിലും ആരോഗ്യത്തിലും പഠനത്തിലും വീടിലും വാഹനത്തിലും ഒക്കെ അവർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ. ഇന്നലെ അവിടെ പറഞ്ഞ സാക്ഷ്യം, 100 കണക്കിന് സാക്ഷ്യങ്ങളുണ്ടെങ്കിലും 2 പേർക്ക് അവസരം കൊടുത്തു. 2 പേരും പറഞ്ഞത് അവർ യേശുവിനെ അവർക്കറിയില്ലായിരുന്നു, യേശുവിനെ പറ്റി കേട്ടിട്ടില്ലായിരുന്നു. എന്നാൽ അവിടെയുള്ള അസാധാരണക്കാരായ ദേവദാസന്മാരിലൂടെ യേശുവിനെ കേട്ടു, പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുത രോഗസൗഖ്യം കൊടുത്തു. അങ്ങനെ എത്ര പേർക്ക് പറയുവാൻ കഴിയും എന്ന് ചിന്തിച്ചാൽ, അങ്ങനെ പറയുവാൻ കഴിയുന്ന ദൈവദാസന്മാർ വളരെ കുറവല്ലേ? അപ്പോൾ ദൈവത്തിന് വേണ്ടത് നമ്മളുടെ കഴിവല്ല. ദൈവം കഴിവുള്ളവനാണ്. ദൈവം പ്രവർത്തിച്ചുകൊള്ളും. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഓരോ പാത്രങ്ങളായി മാറ്റപ്പെടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.